ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ ഒരു വാൾ ഡെക്കർ ചെയ്യാനായിട്ട് ആദ്യം ഒരു പാത്രം കാർഡ്ബോർഡിന് മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ചാർട്ട് പേപ്പറിൽ കവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ചാർട്ട് പേപ്പറിന് മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കാർഡ്ബോർഡിനെ നമുക്ക് ഈ ചാർട്ട് പേപ്പറിലൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചാർട്ട് പേപ്പറിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഉള്ളിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് വുഡൻ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്യാം. അതിന് ഞാനിവിടെ ഫൈൻ ടച്ചിൻ്റെ സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തത്. നല്ല ക്വാളിറ്റിയാണ്. പെയിൻറ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പുറകിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ പുറകിൽ 2 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് വലിയ സർക്കിളും മറ്റൊരെണ്ണം അതിലും ചെറുതായിട്ടാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ആ സർക്കിൾസിന് ചുറ്റും ഇതുപോലെ ക്രോസ് വൈസ് ആയിട്ട് കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആക്കി സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് സർക്കിളായി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മിഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അലുമിനിയം ഫോയിൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും തിന്നായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ മിഡിൽ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഡിഫറെൻറ്റ് സൈസിൽ അലുമിനിയം ഫോയിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ അലുമിനിയം ഫോയിൽ ഒട്ടിക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അത് പെട്ടെന്ന് കീറി പോകുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വലിയ സൈസുള്ള സർക്കിൾസ് മുകളിലും ചെറുത് താഴെയായിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റേ സൈഡ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബട്ടർഫ്ലൈസ് ആണ് വെക്കാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബ്ലാക്ക് ചാർട്ടിൽ കുറച്ച് ബട്ടർഫ്ലൈസിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ബട്ടർഫ്ലൈസിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ബട്ടർഫ്ലൈസിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ട്രേസ് ചെയ്തെടുത്ത ബട്ടർഫ്ലൈസിനേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് പോവാണ്ടിരിക്കാം. അങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ ഫെദേഴ്സൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ബട്ടർഫ്ലൈസിൻ്റെ ഫെദേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അലുമിനിയം ഫോയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് ബട്ടർഫ്ലൈസിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ബട്ടർഫ്ലൈസും ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ. അതുകൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.